Hi, my name is Malavika and this is my very first YouTube video. Welcome to my channel. ഫസ്റ്റ് വീഡിയോ ഞാനൊരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഒരു ഓഫ് ഡേ, ഞാൻ വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളിലുള്ള ഒരു ഓഫ് ഡേ എങ്ങനെയാണ് ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ദ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ പ്രോമിസ് ഐ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു. ഇറ്റ്സ് ഗോണ ബി റോ, റിയൽ ആൻഡ് മെസ്സി. സോ ജോയിൻ ദ ജേർണി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഞാനിപ്പോൾ ഉള്ളത് ഷാല ടൗണിൽ, ഡൗൺ ടൗണിലാണ്. ഓഫ് ഡേയ്സിൽ മിക്ക ദിവസങ്ങളിലും ഐ ലൈക്ക് ടു കം ഹിയർ ആൻഡ് ചിൽ. കുറച്ച് നടന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഐ ഹാവ് എ ഫ്യൂ ഫേവറേറ്റ് കോഫി സ്പോട്ട്സ് ഹിയർ. അവിടെയൊക്കെ പോയി കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി സമ്മർ ടൈമിൽ ഷാല ടൗണിൽ കുറേ ടൂറിസ്റ്റുകൾ വരും. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, കാരണം ഇവിടെ ഇഷ്ടം പോലെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ വരും. എനിക്ക് കുറേ ആൾക്കാരുള്ളടുത്ത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പോയി ഒരു മാച്ചയോ മോക്കയോ മേടിച്ച് വന്നിരുന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ അല്ലേ, ഓവറാക്കണ്ട. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഫുള്ള് ഇതുപോലത്തെ കുറേ പബ്ബുകളും ബാറുകളും ഒക്കെയാണ്. ഇതാണ് ഡൗൺ ടൗൺ, ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ഥലം. രാത്രി ആയിരിക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഭംഗിയാണ് കാണാനായിട്ട്. കുറേയും കൂടെ തിരക്ക് വരും. കൂടുതലും ആൾക്കാർ രാത്രി ആകുമ്പോഴാണ് വരാറ്. പക്ഷെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് രാത്രി ആയാലും വലിയ ഇരുട്ടൊന്നും ആവില്ല. ഈ ഒരു വെളിച്ചം തന്നെ ഉണ്ടാവും, ഏകദേശം ഒരു 8 മണി വരെയൊക്കെ. ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം വരാറുള്ള സ്ഥലങ്ങളാണ്, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. കാണാനും ഒരു നല്ലൊരു എസ്തെറ്റിക് വൈബാണ് ഇവിടെയുള്ള സ്ഥലത്ത്. ഇവിടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റിയാണ്. ഇതുപോലത്തെ കടകളിലൊക്കെ വിൻഡോ ഷോപ്പ് ചെയ്യാൻ കയറാറുണ്ട്. അല്ലാണ്ട് ഇവിടെയുള്ള ഇതുപോലത്തെ കടകളിൽ നിന്ന് ഒരു സാധനവും മേടിക്കാൻ പറ്റില്ല. ഈ കിടക്കുന്ന ഈ വൈറ്റ് ഡ്രസ്സിനൊക്കെ $100 നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ സാധാ കടകളിലൊക്കെ എന്താ 500 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധനമാണ് ഇവിടെ ഇത്രയും പൈസയ്ക്ക് ഒക്കെ അവർ വിൽക്കണേ. അപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളിലൊന്നും ഷോപ്പ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും എനിക്ക് വിൻഡോ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ. ആദ്യമായിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കണോണ്ടാണോന്നറിയില്ല, നല്ല ഓക്കോർഡായിട്ട് തോന്നുന്നുണ്ട്. ആൾക്കാർ ചിലവരൊക്കെ എങ്കിലും നോക്കുന്നുണ്ട് ഞാൻ എന്താ തന്നെ സംസാരിച്ചുകൊണ്ട് പോണേന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാമല്ലേ. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഹായ് ഇതുപോലത്തെ പരിപാടികളും നമ്മൾ ചെയ്യണമല്ലോ. ഹായ് റാൻഡം ആൾക്കാർ, ഇതൊക്കെ ഇവിടെ പതിവാണ്. പക്ഷെ അതൊരു സന്തോഷമാണ്. നമ്മളെ ഒട്ടും അറിയാത്ത ആൾക്കാർ നമ്മുടെ അടുത്ത് ചുമ്മാ നമ്മുടെ ഡേനെ പറ്റി ചോദിക്കാൻ വരുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു രസമാണ്. എനിക്കിവിടെ ഡൗൺ ടൗണിൽ ഇഷ്ടമുള്ള കാഫേകളിൽ ഒരു കാഫെയാണ് ആ കാണുന്ന കെറ്റിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാഫേ. നമുക്ക് പോയി നോക്കാം. തിരക്കാണെങ്കിൽ ഐ ഗോ സംവെയർ എൽസ്, ബട്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇന്നത്തെ കാപ്പി കുടിക്കാം. Thank you.
തണലും അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി നടന്ന് ഞാനിപ്പോൾ ഒരു ഇവിടുത്തെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചേർച്ച് ഉണ്ട്, അതിൻ്റെ അടുത്താണ് വന്നേക്കണേ. നമുക്കിവിടെ എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എങ്ങനത്തെ കോണ്ടൻ്റാണ് ഇടാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചില്ല് ചെയ്ത് വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചുമ്മാ ബെഡിൽ കിടക്കുമ്പോൾ ചില്ല് ചെയ്ത് കാണാൻ പറ്റുന്ന കുറച്ച് കോണ്ടൻ്റാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ ആഗ്രഹിക്കുന്നത്. എനിക്കങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസ്, പെർഫെക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ല. ഐ ലൈക്ക് ടു കീപ്പ് എവറിത്തിങ് ഓൾമോസ്റ്റ് നാച്ചുറൽ ആയിട്ട് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഫ്രണ്ട്സ് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്രയും ഫോർമലായിട്ടുള്ള ഒരാളേ അല്ല, പക്ഷേ ഇറ്റ് വിൽ ടേക്ക് മീ സം ടൈം ടു നമ്മളെ ഒന്ന് കംഫർട്ടബിൾ ആവാൻ കുറച്ച് സമയമെടുക്കും. ഞാൻ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കുറച്ചൊക്കെ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പയ്യനെ നമുക്ക് ഓരോരോ വീഡിയോസായിട്ട് കാണാം. ഞാൻ ഇനി ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. രാത്രി ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അഡൾട്ട്ഹുഡിലേക്ക് കടന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നാൽ നമുക്ക് നടന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു പ്ലാൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷനിൽ ഇരിക്കുന്നില്ല. എന്നാലും പൊതുവെ ഇങ്ങനത്തെ പ്ലാനുകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരം അങ്ങനെ ഒരു ഔട്ടിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ ഫ്രണ്ട്സായിട്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യൽ ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. Thank you so much for watching this video. I hope you're enjoying every minute that you're spending here. നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു കോണ്ടൻ്റ് ആയിട്ട് ഇടാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചില്ലായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഓക്കെ, ബൈ.